ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചക്കപ്പായസമാണ്. ഒരുപാട് അങ്ങനെ വർക്കോ ഒന്നുമില്ലാത്ത എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള പായസമാണ്. ഇതിന് ആദ്യം തന്നെ നമ്മൾ ചക്ക കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞു കുഞ്ഞു പീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ ഫൈനലി ചോപ്ഡായി പോകരുത്. ആവശ്യം നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള പീസസ് ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചക്ക കട്ട് ചെയ്തെടുത്തത്, അരിമാവ്, ചവ്വരി, തേങ്ങാപ്പാലിന് 1-ാം പാലും 2-ാം പാലും വേണം. പിന്നെ ശർക്കര ഉരുക്കിയതും ലാസ്റ്റായിട്ട് ഏലക്കയുമാണ് വേണ്ടത്. ഏലക്ക നമ്മൾ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചെടുക്കണം എന്നില്ല. പൊടിച്ചെടുത്താൽ ചിലപ്പോൾ അധികമായിട്ട് ഫ്ലേവർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറി ഇട്ടാൽ മതിയാവും. നമ്മൾ ഉരുളിയിലാണ് പായസം വെക്കുന്നത്. ആ ഉരുളിയിലേക്ക് ചവ്വരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ചവ്വരി നല്ല വാഷ് ചെയ്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഇടണം. എന്നിട്ട് ചവ്വരി ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. നമ്മുടെ വീട്ടിൽ പ്ലാവില്ല, പക്ഷെ എന്നാലും ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഒരു ചക്കയെങ്കിലും മിനിമം നമ്മുടെ വീട്ടിലെത്തിക്കും. ഈ പ്ലാവൊക്കെ ഉള്ള റിലേറ്റീവ്സോ ഫാമിലി ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഒരു ചക്ക വീട്ടിൽ കൊണ്ടുവരാറുണ്ട് എല്ലാ സീസണിലും. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന് ചവ്വരി നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ 2 പ്ലേറ്റ് ചക്ക കട്ട് ചെയ്തതാണ് ഇട്ടിട്ടുള്ളത്. നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിക്കുന്ന സമയത്ത് ഒരു ട്രേ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ ഏകദേശം അത്രയും തന്നെ വരുന്ന ഒരു പ്ലേറ്റ് ചക്ക കൂടെ ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2-ാം പാലാണ് ഒഴിക്കുന്നത്. 2-ാം പാല് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വലിയ ബൗളിലാണ് 2-ാം പാൽ എടുത്തിട്ടുള്ളത്. അതിലൊരു 1/4 ഭാഗവും ഇപ്പോൾ തന്നെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഫുള്ളും ഒഴിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ എളുപ്പത്തിനാണ് അത്രയും ഒഴിച്ച് നിർത്തിയത്. ഫുള്ളും ഒഴിക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ ഉരുളി ഒന്ന് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അടച്ചു വെക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് ഒക്കെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അതെല്ലാം കൂടി ഈ സെന്റർ പോർഷൻ മാത്രം ഒന്ന് വെന്ത് വന്നിട്ട് ബാക്കിയെല്ലാം സൈഡിലേക്ക് അടിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നല്ലപോലെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടിച്ചു വെച്ച ഏലക്ക ഇട്ട് കൊടുക്കും. പൊടിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. കാരണം പൊടിച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ ടേസ്റ്റ് ഒരുപാടായിട്ട് ആ ഫ്ലേവർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഏലക്ക 2-3 എണ്ണം ജസ്റ്റ് ഒന്ന് കീറി ഇട്ടാൽ മതിയാവും. ഞാനത് തുടക്കത്തിലേ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏലക്കയുടെ പീസസ് നമുക്ക് കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ പൊടിച്ചതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കുറച്ച് ഏലക്ക മാത്രം ഒന്ന് കീറി ഇടുന്നതാണ് നല്ലത്. നമ്മൾ അരിമാവ് കുറച്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അരിമാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഈ പായസം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് അരിമാവ് എടുത്ത് വെള്ളത്തിലൊന്ന് നല്ലപോലെ കട്ട കളഞ്ഞ് മിക്സ് ചെയ്തതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൊത്തത്തിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പായസമൊന്നും അല്ല. നമ്മൾ വീട്ടിൽ വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു ചക്കപ്പായസമാണ്. ഞങ്ങൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഒന്ന് കാണിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.